വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ വ്യക്തത വരുത്തി സർക്കാരിന് അദാനിയുടെ കത്ത്. ഓഹരികൾ എംഎസ്സിക്ക് വിൽപ്പന നടത്തിയിട്ടില്ല. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങുക മാത്രമാണ് ചെയ്തതെന്നാണ് കത്തിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, കത്തിലെ വിശദമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കത്തിന്റെ ഉള്ളടക്കം എന്താണ്? സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ അല്ലെങ്കിൽ സർക്കാരുമായി കൂടിയാലോചന നടത്താതെ അദാനി വിഴിഞ്ഞം പോർട്ട് 45% ഓഹരി പങ്കാളിത്തം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകുന്നത് ഇതുമായി സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിർത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അദാനി പോർട്സിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അദാനി പോർട്സ് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. അത് ഇങ്ങനെയാണ് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള കത്തിൽ പറയുന്നത്. ഓഹരികൾ എംഎസ്സി കമ്പനിക്ക് വിൽപ്പന നടത്തിയിട്ടില്ല. അദാനി പോർട്സ് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കുത്തകാവകാശം അദാനി പോർട്സ് അനുവദിച്ചില്ല. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങുക മാത്രമാണ് അദാനി പോർട്സ് ചെയ്തിട്ടുള്ളത്. സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ ഈ അന്തിമ കരാറിലേക്ക് അല്ലെങ്കിൽ അന്തിമ കൈമാറ്റത്തിലേക്ക് എത്തൂ എന്നും അദാനി പോർട്സ് വ്യക്തമാക്കുന്നു. സെബിക്ക് നൽകിയ കത്തിൽ പറയുന്നത് പ്രാഥമിക ധാരണയെക്കുറിച്ച് മാത്രമാണ്. ഇക്കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരുത്തിയത്. അതായത് 2015 ഓഗസ്റ്റ് മാസം ഒപ്പിട്ട അദാനി പോർട്സും സംസ്ഥാന സർക്കാരുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ഓഹരി കൈമാറ്റ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. ഇതിലൊരു ലംഘനമുണ്ടായി എന്ന വ്യാഖ്യാനവും വിലയിരുത്തലും വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു അതൃപ്തി അവരെ അറിയിച്ചതിന് പിന്നാലെയാണ് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള അദാനി പോർട്സിന്റെ കത്ത് സർക്കാരിന് നൽകിയിരിക്കുന്നത്. ശരി, വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിലാണ് വ്യക്തത വരുത്തിക്കൊണ്ട് സർക്കാരിന് അദാനിയുടെ കത്ത് വന്നിരിക്കുന്നത്. ഓഹരികൾ എംഎസ്സിക്ക് വിൽപ്പന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കത്തിന്റെ ഉള്ളടക്കം. പ്രശാന്ത് കൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.